ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ അൽജർ സെയിൽ സെൻറ്റർ വരെ പോവുക കേട്ടോ. അവിടെ ബീച്ചാണുള്ളത്. നമ്മൾ നേരത്തെ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളതാണ്, പക്ഷേ എന്നാലും ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ നമ്മൾ വൈകിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്ത് എഴുന്നേറ്റ് ഒരു 4:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. നമുക്ക് 1.5 മണിക്കൂറാണ് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ 140യുടെയും 160യുടെയും റോഡാണ്. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ എത്താൻ പറ്റും. പോകുന്ന വഴി നമ്മളൊന്ന് ചായ കുടിക്കാൻ കയറി കേട്ടോ. അങ്ങനെ അടുത്ത് നമ്മൾ കണ്ട ബക്കാലയിൽ കയറി അങ്ങനെ ചായ കുടിച്ചു. ഇപ്പോൾ സമയം 6 മണിയായി കേട്ടോ. എന്നാലും സൂര്യൻ താന്നിട്ടുമില്ല, ചൂടിനൊരു കുറവുമില്ല. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് 7 മണി കഴിഞ്ഞിട്ടാണ് സൺസെറ്റ് തന്നെ ഇവിടെ നടക്കുന്നത്. പിന്നെ 7:30 ആകുമ്പോഴാണ് ഒന്ന് ഇരുട്ടാവുന്നത് തന്നെ. അത്രയും നേരം നല്ല വെളിച്ചമായി നമ്മൾ എല്ലാവരായി കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ടേക്ക് കയറുന്ന വഴി മാനിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. വഴിയുടെ സൈഡിലൊക്കെ മാൻ നിൽക്കുന്നത് കാണാൻ പറ്റും.
വണ്ടി നിർത്തിയതായിട്ടോ. നമ്മളെ കണ്ടപ്പോൾ തന്നെ മാനൊക്കെ ഓടി രക്ഷപ്പെട്ടു. നമ്മൾ കുറച്ചുള്ളിലേക്ക് പോയി നോക്കി, പക്ഷെ അവർ നമ്മളെ കാണുമ്പോൾ കൂടുതൽ ഓടുക ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കൂടുതൽ അങ്ങോട്ടേക്ക് പോയില്ല. ഞങ്ങൾ പിന്നെ തിരിച്ച് വണ്ടിയിൽ കയറി നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്ന് ഓർത്തു. ഇവിടുന്ന് ഒരു 2 മിനിറ്റേ ഉള്ളൂ ബീച്ചിലേക്ക്. ഇത് അങ്ങോട്ടേക്ക് ബീച്ചിലേക്ക് കയറുന്ന വഴിയാണിത്. നമ്മൾ വണ്ടിയിൽ കയറി ഇങ്ങോട്ടേക്ക് വരുന്ന വഴി വീണ്ടും സൈഡിൽ കുറേ മാനിനെ കണ്ടു കേട്ടോ. പക്ഷേ അത് ഈ വെള്ളത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ നടന്ന് നിരനിരയായി നടന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ചെറുതായിട്ട് അവർ നടന്ന് പോകുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുക കേട്ടോ. ഇവിടെ വില്ല പ്രൊജക്റ്റിൻ്റെ ഇത് നടക്കുന്നതുകൊണ്ട് സൈഡിലൊക്കെ കുറേ വില്ലകൾ പണിയാനുള്ള കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അപ്പുറത്തൊക്കെ. പിന്നെ ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അകത്ത് കയറി കേട്ടോ. ഇത് കണ്ടു, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കക്ക പോലത്തെ എന്തോ ഒരു സാധനം കേട്ടോ. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇതിവിടെ ഇല്ലായിരുന്നു, പുതിയതായിട്ട് വന്ന സാധനം. ഇത് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇതിങ്ങനെ അനങ്ങുന്നത് കേൾക്കാൻ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഇതിവിടെ ബീച്ച് സൈഡിലുള്ള കഫേ ആകട്ടോ. ഈ കഫേയുടെ ഉള്ളിൽ ഇവിടെ നടക്കുന്ന വില്ല പ്രൊജക്റ്റിൻ്റെ മോഡൽസ് വെച്ചിട്ടുണ്ട്. നമുക്കത് കയറി കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി അതിൻ്റെ അകത്ത് ആ വില്ല പ്രൊജക്റ്റിൻ്റെ മോഡൽസ് ഒക്കെ നോക്കി കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്.